Dear students, good morning all. PK College first semester BCom with Computer Application course admission എടുത്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. I am Santosh, coming from Aikirepadi in Malappuram district. The last 7 years ആയിട്ട് PK College Commerce Department അധ്യാപകനായി പ്രാക്ടീസ് ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ നമുക്ക് ബികോം കോഴ്സിൻ്റെ പ്രത്യേകിച്ച് ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അതിനകത്തുള്ള സിലബസ് അഥവാ ഡിഫറെൻ്റ് ടോപ്പിക്സ്, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് മുമ്പിലുള്ളത്, ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഏതെല്ലാമാണ് എന്നുള്ള ഫാക്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. Then once more, all are welcome to PK College BCom with Computer Application Classroom. ആറ് സെമസ്റ്റർ കൂടിയിട്ടുള്ള കോഴ്സ് സ്ട്രീമാണ് BCom with Computer Application. All BCom courses 6 സെമസ്റ്ററാണ്. അപ്പോൾ ഈ 6 സെമസ്റ്ററിലൂടെ BCom with Computer Application കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റുഡൻറ്റും പഠിച്ചെടുക്കുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഏരിയാസ്, കൊമേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഏതെല്ലാമാണ് ഒരു BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻറ്റ് അക്വയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 3 ഇയേഴ്സ് കൊണ്ട് 6 സെമസ്റ്റർ. ദെൻ അക്കൗണ്ടിങ്, economics, taxation, auditing, organization management, human resource management, marketing, office automation and tally. ഇപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഓൾ ഏരിയാസ് നമ്മൾ ഈ BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ BCom ജനറൽ കോഴ്സിലൂടെ സ്റ്റഡി ചെയ്യുന്നു. ദെൻ എക്കണോമിക്സ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, എക്കണോമിക്സിലെ A to Z ഫാക്ട്, നമ്മുടെ ഇക്കോണമിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിൽ. ദെൻ ടാക്സേഷൻ, നമുക്കറിയാം വാറ്റ്, അതുപോലെ GST, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, ദെൻ നമ്പർ ഓഫ് ടാക്സ്, സർവീസ് ടാക്സ്, ഇൻകം ടാക്സ്, ദെൻ നമ്പർ ഓഫ് ടാക്സ് ഏരിയാസ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ടാക്സ് പേയ്മെന്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒരു ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം, എങ്ങനെ ഓരോ എംപ്ലോയിയെയും അല്ലെങ്കിൽ ഓരോ എംപ്ലോയറെയും നമുക്കൊരു ടാക്സ് കൺസൾട്ടൻ്റായി വർക്ക് ചെയ്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഫാക്റ്റാണ് ടാക്സേഷൻ കോഴ്സ് നമുക്ക് നൽകുന്നത്. ദെൻ അതുപോലെ തന്നെ ഓഡിറ്റിംഗ്, നല്ല അക്കൗണ്ടിങ് നോളേജ് ഉള്ള, നല്ല കോർപ്പറേറ്റ് ലോസിൻ്റെ നോളേജ് ഉള്ള, ദെൻ മാനേജ്മെൻറ്റിൻ്റെ ഐഡിയാസ് അറിയുന്ന ഒരാൾക്ക് ഓഡിറ്റിംഗ് വർക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ദെൻ ഹൗ ടു കണ്ടക്ട് ആൻ ഓഡിറ്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഫിഗേഴ്സ് നമുക്ക് അവൈലബിൾ ആക്കുന്നു. ദെൻ ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, ദാറ്റ് ഈസ് ഗുഡ് ബിസിനസ് മാനേജ്മെന്റ്. എന്താണ് ഒരു ബിസിനസ്, ദെൻ ഹൗ ടു റണ്ണിങ് എ ബിസിനസ്, ദെൻ ഹൗ ടു മാനേജ് എ ഗുഡ് ബിസിനസ്. എങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്യാം, എന്താണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഫാക്ടറിനെ കുറിച്ചിട്ടാണ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ റിസോഴ്സിനെ സ്കിൽഡ്, അൺസ്കിൽഡ്, ദെൻ സെമി സ്കിൽഡ് ആയിട്ടുള്ള ലാബേഴ്സിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ അവർക്കുള്ള അലവൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, എങ്ങനെ അഡീഷണൽ അലവൻസസ് ക്രിയേറ്റ് ചെയ്യാം, ഈ പറയുന്ന ഫാക്റ്റാണ് നമ്മൾ ഏതിലൂടെ പഠിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗുഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറായി മാറാൻ വേണ്ടി പറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫാക്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ,
നമ്മൾ ഡേ ടു ഡേ കാണുന്ന മാർക്കറ്റും നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുന്ന മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? എങ്ങനെ നല്ല ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആവാം? ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്താണ്? ദെൻ ഒരു മാർക്കറ്റിംഗ് മാനേജർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ്? ഒരു മാർക്കറ്റിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ലാബിലിറ്റീസ് എന്തെല്ലാമാണ്? ഇതാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലൂടെ പഠിക്കുന്നത്. ഒരു മാർക്കറ്റിന്റെ പൾസ് എന്താണ്? അതായത് നമ്മൾ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ എങ്ങനെ സെയിൽ ചെയ്യാം, അതിനൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ക്വാളിറ്റി എങ്ങനെ ആയിരിക്കണം, അപ്പോൾ എന്തായിരിക്കണം ഒരു മാർക്കറ്റിങ്ങിന്റെ ട്രെൻഡ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ്, മാർക്കറ്റിന്റെ കോമ്പറ്റീഷൻ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ള ഫാക്റ്റാണ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഓഫീസ് ഓട്ടോമേഷൻ. ഇപ്പോൾ അക്കൗണ്ടിങ്, എക്കണോമിക്സ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ്, ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്, ഇതെല്ലാം ജനറൽ ബികോം കോഴ്സിന് പഠിക്കുന്ന കുട്ടികളും ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പഠിക്കുന്ന കുട്ടികളും പഠിക്കുന്നു. ഇൻ അഡീഷണലി ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ സ്റ്റുഡൻസ് അക്വയർ ചെയ്യുന്ന നോളജാണ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ടാലി കോഴ്സ്. ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, ERP അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്നും ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ സ്പെഷ്യൽ നോളജ് ഈ കോഴ്സിനോടൊപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക്, ഒരു കാൻഡിഡേറ്റ്സിന് ഒരു അക്കൗണ്ടിങ് നോളജ് പ്ലസ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നോളജും കൂടി കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോടുകൂടി അക്വയർ ചെയ്യാൻ പറ്റുന്നു. ദെൻ ഓഫീസ് ഓട്ടോമേഷൻ, വേർഡ്, എക്സൽ ആൻഡ് പവർ പോയിന്റ്. ഇന്നത്തെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് യൂസ് ചെയ്യാത്ത എല്ലാ ആളുകളും സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്നും ഔട്ട്ഡേറ്റഡ് ആണ്. സോ എങ്ങനെ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു വേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നല്ലൊരു പ്രസന്റേഷൻ ക്രിയേഷൻ നടത്താം എന്നുള്ള ഫാക്ട് നമുക്ക് ഓഫീസ് ഓട്ടോമേഷനിലൂടെ പഠിക്കുന്നു. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് കം ക്ലർക്ക് ഓർ ക്ലർക്ക് കം അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ജോബിനും കൂടി നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇത്രയും സിലബസ് ആണ് ഈ 6 സെമസ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ഫാക്ട് ഇപ്പം നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞു, അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് സെമസ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാം ഒരുമിച്ച് പഠിക്കുകയല്ല ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സെമസ്റ്ററിലൂടെ അക്കൗണ്ടിങ്ങിൻ്റെ ഫാക്ട് പഠിക്കുന്നു. അതുപോലെ എക്കണോമിക്സ്, അതുപോലെ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ്, ദെൻ ഓഡിറ്റിംഗ്, മാർക്കറ്റിംഗ്, ദെൻ ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ ടാലി കോഴ്സ്. ഇതാണ് നമ്മുടെ ഒരു ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കുട്ടി 3 വർഷം കൊണ്ട് 6 സെമസ്റ്ററിലൂടെ പഠിച്ചെടുക്കുന്ന ബേസിക് ഫാക്ട്. ജനറൽ ബികോം ഓർ ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഏതെല്ലാം എന്ന് ചെക്ക് ചെയ്യാം. MCom, മാസ്റ്റർ ഓഫ് കോമേഴ്സ്, MPA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, CA, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ദെൻ CS, കമ്പനി സെക്രട്ടറി. ഇത്രയും വാല്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഹയർ സ്റ്റഡീസ് ആണ് ഈ കൊമേഴ്സ് വിഭാഗം ഡിഗ്രി ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാൻഡിഡേറ്റ്സിനും അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ MCom കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും MBA കോഴ്സിന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവലിൽ മിനിമം 50% മാർക്ക് സ്കോർ ചെയ്യണം. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പേപ്പറും പഠിച്ചെടുത്തിട്ട് ടോട്ടൽ മാർക്സ് 50% അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MComന് അതുപോലെ MBAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. 2 years ആണ് 2 കോഴ്സും ഉണ്ടായിരിക്കുക. ദെൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് പോകുന്നവരുമുണ്ട്, ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്നവരുമുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടാവും, ഇൻ്റർമീഡിയറ്റ് കോഴ്സ് ഉണ്ട്, അതുപോലെ ഫൈനൽ കോഴ്സും ഉണ്ട്. അപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ
3 കോഴ്സും കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ്, ബികോം കഴിഞ്ഞതിന് ശേഷമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സിൽ നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് അതുപോലെ ഇൻ്റർമീഡിയറ്റും ഫൈനലും മാത്രം ക്ലിയർ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, അപ്പോൾ കോസ്റ്റിംഗ് സെക്ടറിൽ അതുപോലെ മാനേജ്മെൻറ്റ് സെക്ടറിലുള്ള അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ദെൻ കമ്പനി സെക്രട്ടറി, ഇതൊക്കെ ഫീസിൻ്റെ അളവ് കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CMA ഈ പറയുന്ന കോഴ്സിനൊക്കെ പഠിക്കുമ്പോൾ ഫീസിൻ്റെ സ്ട്രക്ചർ ഒരു അല്പസ്വല്പം കൂടുതലായിരിക്കും. എന്നിരുന്നാലും ആ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നമുക്ക് കിട്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നമ്മൾ മുടക്കിയതിനേക്കാൾ 10 ഇരട്ടി നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഹയർ സ്റ്റഡീസ് അവൈലബിൾ ആണ് ഈ BCom, ജനറൽ BCom or BCom with computer application, BCom with taxation, BCom with co-operations, BCom marketing. Then anyway, ഏത് BCom സെലക്ട് ചെയ്ത് പോകുന്ന ഓരോ കാൻഡിഡേറ്റ്സിനും സെലക്ട് ചെയ്യാവുന്ന ഹയർ ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. ഇതിൽ ഏതെങ്കിലും നല്ല കോഴ്സ് നിങ്ങളുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോബാണ് ആവശ്യം എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് ശ്രമിക്കുന്നവരുണ്ടാവാം, ജോബിന് ശ്രമിക്കുന്നവരുണ്ടാവാം. അപ്പോൾ കോഴ്സ് കഴിഞ്ഞാൽ BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഏത് തരത്തിലുള്ള ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് എൻഗേജ് ചെയ്യാം. നമുക്കറിയാം പണ്ട് കാലത്ത് എൻജിനീയറിങ്ങും മെഡിസിനുമായിരുന്നു ടോപ്പ് ലെവലിൽ നിന്നിരുന്നത് സൊസൈറ്റിയിൽ. അപ്പോൾ 10th പാസ്സായി കഴിഞ്ഞാൽ +2 സയൻസ് എടുത്ത് പഠിക്കുന്നു, എൻജിനീയറിങ്ങിന് അല്ലെങ്കിൽ മെഡിസിൻ വിഭാഗത്തിലേക്ക് കയറി പോകുന്നു, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സ് സെക്ടർ തന്നെയാണ്. അപ്പോൾ ആ കൊമേഴ്സ് സെക്ടറിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഇൻ കൊമേഴ്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, ചീഫ് അക്കൗണ്ടന്റ്, സീനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ഇൻ ബാങ്ക്സ്, private sector banks and public sector banks, assistant auditor, then internal auditor, external auditor, business analyst or the business researcher, business process associates, then business and the promoters, insurance executives or consultants, tax consultant, insurance consultant, insurance executives, then tax consultant, stock brokers in stock market, marketing manager, entrepreneur, good entrepreneur, then faculty or lecturers in colleges. ഇതിൽ ഏതാനും ഫാക്ട് ഹയർ സ്റ്റഡീസ് PG കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും ബേസിക് ഫാക്റ്റ് ആയിട്ടുള്ള BCom നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന, ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന, അതായത് ഒരു BCom സർട്ടിഫിക്കറ്റ് അക്വയർ ചെയ്തിട്ടുള്ള ഏതൊരു കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാവുന്നതും അക്വയർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ പബ്ലിക് സെക്ടറിലും. ഇപ്പോൾ നോൺ ബാങ്കിങ് ബിസിനസ് കമ്പനീസ്, അപ്പോൾ ഈ നോൺ ബാങ്കിങ് ബിസിനസ് സെക്ടറിൽ ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇൻഷുറൻസ് സെക്ടറിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ പ്രൈവറ്റ് ഏരിയാസിലായിക്കൊണ്ട് എക്സിക്യൂട്ടീവിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്യൂർലി പ്രൈവറ്റ് സെക്ടറിൽ അതുപോലെ പ്യൂർലി പബ്ലിക് സെക്ടറിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ എനിക്ക് എന്താവാൻ പറ്റും, എനിക്ക് എന്ത് ആയിത്തീരണം, എനിക്ക് എത്ര രൂപ കോഴ്സ് കഴിഞ്ഞ് ജോബിൽ എൻ്റർ ചെയ്താൽ എനിക്ക് സാലറി കിട്ടിയിരിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്തിട്ട് ആ വർക്കിൽ അല്ലെങ്കിൽ ആ ജോബിൽ അല്ലെങ്കിൽ ആ ഗോളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റെമഡീസ് ആണോ നമ്മൾ എത്തേണ്ടത് അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. ദെൻ അതിന് വേണ്ട ഫാക്ട് അല്ലെങ്കിൽ ഫിഗേഴ്സ്, ഐഡിയാസ്, സ്റ്റോറീസ്
എവിടെ നിന്നാണോ കളക്ട് ചെയ്യാനുള്ളത് അത് മുഴുവൻ കളക്ട് ചെയ്ത് ആ ജോബിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഞാൻ എത്തിയിട്ടേ അടങ്ങി ഇരിക്കൂ എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്ന ജോബ് ഏതാണോ അത് നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അത്തരത്തിൽ നല്ല ഒരു ജോബ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കൊമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് നമുക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ജോബ് കിട്ടാൻ വേണ്ടി ഞാനും ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ഒരു പ്ലാന് നമുക്കുണ്ടായിരിക്കണം. എനിക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ ഇന്ന ജോലി എനിക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ആ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് മെറ്റീരിയലാണ് കളക്ട് ചെയ്യേണ്ടത്, എന്ത് കോഴ്സാണ് അഡീഷണൽ പഠിക്കേണ്ടത്, ഏതൊക്കെ റിസോഴ്സസ് ആണ് ഞാൻ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അത് ഓരോ കുട്ടികളുടെയും ടേസ്റ്റും ഹാബിറ്റും ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും, അവർ വരുന്ന സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് തീരുമാനിക്കാം ഏത് ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ എനിക്ക് പോകും. ബികോം ഫിനാൻസ് ആൻഡ് ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ രണ്ട് കോഴ്സിൻ്റെയും കോമൺ പേപ്പറാണ് ബിസിനസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് 100 മാർക്സിനാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. 80 മാർക്സ് റിട്ടൺ ടെസ്റ്റ്, 20 മാർക്സ് ഇൻറ്റേണലുമാണ്. അപ്പോൾ 20 മാർക്സ് ഇൻറ്റേണൽ സ്കോർ ചെയ്യുന്നത് അസൈൻമെൻറ്റ്, സെമിനാർ, ഇൻറ്റേണൽ എക്സാം, ദെൻ അറ്റൻഡൻസ്. ഇങ്ങനെ 4 കാറ്റഗറിയിലൂടെ 20 മാർക്സും റിട്ടൺ ടെസ്റ്റിലൂടെ, അതായത് ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം കണ്ടക്ട് ചെയ്യുന്നു, അതിലൂടെ 80 മാർക്സ്. അങ്ങനെ ടോട്ടൽ 100 മാർക്സാണ് കൊമേഴ്സിൻ്റെ പേപ്പറിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. എക്സാം ക്ലിയർ ചെയ്യാൻ 40% മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ 40% 100ൽ 40 മാർക്ക് സ്കോർ ചെയ്താലാണ് ഈ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ 20 മാർക്സ് ഇൻറ്റേണലും ദെൻ റിമൈനിങ് 20 മാർക്സ് റിട്ടൺ ടെസ്റ്റിലും കൂടി സ്കോർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാം എന്തായാലും ക്ലിയർ ചെയ്ത് പോയി. അതായത് അവന് 40 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 20 മാർക്സ് ഇൻറ്റേണൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് മാക്സിമം ഉണ്ടായിരിക്കണം, ദെൻ സെമിനാറുകൾ പ്യുവർലി പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം, ദെൻ അസൈൻമെൻറ്റ് പറയുന്ന ഡേറ്റിൽ വളരെ പങ്ക്ച്വൽ ആയിട്ട് തന്നെ കൃത്യമായിട്ട് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം, ദെൻ ഇൻറ്റേണൽ എക്സാം. അപ്പോൾ ഇൻറ്റേണൽ എക്സാം കോളേജാണ് കണ്ടക്ട് ചെയ്യുക, യൂണിവേഴ്സിറ്റിൻ്റെ സെയിം മോഡൽ, ദെൻ കോളേജിലുള്ള ടീച്ചേഴ്സാണ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്. അത് മാക്സിമം മാർക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റിയാൽ 20 മാർക്സ് തന്നെ ഓരോ കുട്ടിക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ റിമൈനിങ് 80ൽ 20 മാർക്സും കൂടി ആഡ് ചെയ്താൽ ഈ കുട്ടി എന്ത് ചെയ്തു, എക്സാം ക്ലിയർ ചെയ്ത് പോയി. ഇനി നമുക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് ബികോം കോഴ്സിന് പഠിക്കുന്ന ബികോം ഫിനാൻസ് ആൻഡ് ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള എല്ലാ കുട്ടികളും പഠിക്കേണ്ട കൊമേഴ്സിലെ ഫസ്റ്റ് പേപ്പറാണ് ബിസിനസ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ, അതുപോലെ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ, ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്, ആണല്ലോ എല്ലാവർക്കും അറിയാം. ബിസിനസ് ഒരു ഇക്കണോമിക്, നമ്മളൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആയി തീരുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഇൻവോൾവ് ആവുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്ത് വരുന്നത് മാനേജ് ചെയ്യലാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിന്റെ ഓവറോൾ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുന്നത് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തു പോകുന്നതോടൊപ്പം സ്ഥാപനത്തിന് നല്ല റെപ്യൂട്ടേഷൻ അഥവാ നല്ല ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് തലം അതിൽ ക്രിയേറ്റ് ചെയ്തു പോകുന്നു. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജിങ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓർ പ്രോസസ്. ഇതാണ് സിമ്പിൾ. അപ്പം ഏതൊരാളും നമ്മോട് ചോദിച്ചാൽ വാട്ട് ഈസ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് മീൻസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് ദ ആക്ടിവിറ്റീസ് ഓർ പ്രോസസ്. ഇറ്റ്സ് എ സിമ്പിൾ ആൻസർ. അപ്പോൾ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടൈം മാനേജ്മെന്റ് ഉണ്ട്, പ്രോഫിറ്റ് മാനേജ്മെന്റ് ഉണ്ട്, ആക്ടിവിറ്റീസ് മാനേജ്മെന്റ് ഉണ്ട്, ഓപ്പറേഷൻ മാനേജ്മെന്റ് ഉണ്ട്. ഓൾ ഓഫ് ദ സെക്ടേഴ്സിലും മാനേജ്മെന്റ് ഉണ്ട്. എന്താ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യലാണ് മാനേജ്മെന്റ്. അപ്പോൾ ആരാണ് ഒരു മാനേജ്മെന്റ് പ്രോസസ് നടത്തുന്നത്? ഗുഡ് മാനേജർ. ആർക്കൊക്കെ ഗുഡ് മാനേജർ ആവാം? നല്ല മാനേജ്മെന്റ് നോളേജ് ഉള്ള ഏതൊരാൾക്കും മാനേജറായി മാറാം. ദാറ്റ് മീൻസ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്, മാനേജ്മെന്റ് ഓഫ് തോട്ട്സ്,
മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, good leadership quality, good communication capacity, and also good business ethics. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, നല്ല എത്തിക്സ് കീപ്പ് ചെയ്യുന്ന, നല്ല മോട്ടിവേഷൻ ടെക്നിക്സ് അറിയുന്ന, നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് ബിസിനസ്സിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും മാനേജ് ചെയ്യാം. അത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് പേഴ്സണെയാണ് നമ്മൾ മാനേജർ എന്ന് വിളിക്കുക. അപ്പോൾ ആ മാനേജർ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, ഇതാണ് പ്യൂർലി ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 5 മൊഡ്യൂളുകളാണുള്ളത്. നമ്മൾ പറഞ്ഞു 80 മാർക്സ് റിട്ടൺ ടെസ്റ്റിലൂടെ സ്കോർ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിട്ടുള്ളത് 5 മൊഡ്യൂളുകളാണ്. നമുക്ക് ഓരോ മൊഡ്യൂളുകളും ഏതെല്ലാമാണെന്നും ഓരോ മൊഡ്യൂളിലും എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നും ചെക്ക് ചെയ്യാം. ഓക്കെ, let's go. Module number 1, concepts of management. മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് എന്താണ്? അപ്പോൾ ഡിഫറെന്റ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് തിങ്കേഴ്സ് അവരുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. എന്താണ് മാനേജ്മെന്റ്? ഒരു ഓർഡിനറി പേഴ്സൺസിന് ഒരു മാനേജ്മെന്റ് കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെന്റ് മാനേജ്മെന്റ് തോട്ട്സ്, അപ്പോൾ ആ തോട്ട്സിന്റെ ഡീറ്റെയിൽഡ് ഫാക്ട് അതിനെ കുറിച്ചിട്ട്, ദെൻ മാനേജ്മെന്റ് ഫങ്ഷൻസ് മേജറായിട്ടുള്ള, അപ്പോൾ നമ്മൾ +2 അല്ലെങ്കിൽ +1 ലെവലിൽ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിലൂടെ ഒത്തിരി മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്, അതുപോലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ പറയുന്ന ഫാക്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ 1ാമത്തെ മൊഡ്യൂളിലൂടെ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തന പഠനം നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്, കോൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നല്ല മോട്ടിവേഷൻ ടെക്നിക്സ് അറിയുന്ന, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റൂ. അയാൾക്ക് മാത്രമേ ഗുഡ് മാനേജർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഒരു മോട്ടിവേഷണൽ ടെക്നിക്സ് എംപ്ലോയിയെയും എംപ്ലോയറെയും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി ബിസിനസ്സിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു മാനേജർ ആ സ്ഥാപനത്തിലുണ്ടാകും. ഗുഡ് ലീഡർഷിപ്പ്, നല്ല ഒരു ലീഡറായിട്ട് കമാൻഡ് പാസ് ചെയ്യാൻ അയാൾക്ക് പറ്റിയിരിക്കണം. അയാൾക്ക് എംപ്ലോയിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റിയിരിക്കണം. ആ കമാൻഡ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് റിപ്ലൈ കളക്ട് ചെയ്യാൻ അയാൾക്ക് പറ്റിയിരിക്കണം. ആ വരുന്ന റിപ്ലൈക്ക് അനുസരിച്ച് കൊണ്ടുള്ള റെമഡിയൽ ആക്ഷൻ എടുക്കാൻ അയാൾക്ക് പറ്റിയിരിക്കണം. ഇതൊക്കെ ക്വിക്ക് ഡിസിഷനാണ്. വിത്തിൻ സെക്കൻഡ് കൊണ്ട് എടുക്കേണ്ട ഡിസിഷൻസ് ഉണ്ടാവാം, ദെൻ ഫ്യൂച്ചർ പീരിയഡിൽ എടുക്കേണ്ട ഡിസിഷൻസും ഉണ്ടാവാം. ഇത് അനലൈസ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ചും അതുപോലെ നല്ല ഒരു മോട്ടിവേഷൻ ടെക്നിക്സിനെ കുറിച്ചുമാണ് മൊഡ്യൂൾ നമ്പർ 2 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൊഡ്യൂൾ നമ്പർ 3, ബിസിനസ് എത്തിക്സ്. അപ്പോൾ ഏതൊരാളുടെയും മോട്ടീവ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം പ്രോസസ്സ് അയാളും അയാളുടെ എംപ്ലോയീസിനെ കൊണ്ട് അയാൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സ് എത്തിക്സിലൂടെ ആയിരിക്കണം. നല്ല ഒരു ബിസിനസ് എത്തിക്സ്, നല്ലൊരു പ്രൊഫഷണൽ എത്തിക്സ്. ഒരു അക്കൗണ്ടന്റിന് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ഒരു ടീച്ചർക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ഒരു ലോയർക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ഒരു ഡോക്ടർക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, അതുപോലെ ഒരു മാനേജർക്കും ഉണ്ട് എത്തിക്സ്, അതുപോലെ ഒരു ബിസിനസ്സിന് എത്തിക്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റ് കീപ്പ് ചെയ്യേണ്ട എത്തിക്സിനെ കുറിച്ചിട്ടാണ് മൊഡ്യൂൾ നമ്പർ 3 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൊഡ്യൂൾ നമ്പർ 4, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, CSR. എന്താണ് CSR എന്ന് പറഞ്ഞാൽ? ഒരു കോർപ്പറേറ്റ് സെക്ടറിന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ ഒരു കൺസ്യൂമർക്ക് ഒരു ബിസിനസ് യൂണിറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി, ഒരു ക്രെഡിറ്റർക്ക് ബിസിനസ് യൂണിറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഒരു ബിസിനസ് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്ടറിന് ഗവൺമെന്റ് അതോറിറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ സോഷ്യൽ ഒരു കോർപ്പറേറ്റ് യൂണിറ്റിന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ലാബിലിറ്റീസ് എന്തെല്ലാമായിരിക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ മൊഡ്യൂൾ നമ്പർ 4 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 5th മൊഡ്യൂൾ എമർജിംഗ് കോൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ്. ഇപ്പോൾ പ്രിവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡ് കോൺസെപ്റ്റിലുള്ള മാനേജ്മെന്റ് ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ട്. ആ കോൺസെപ്റ്റിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ ജനറേഷൻ കടന്നു വരുമ്പോൾ, പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ, പുതിയ കോഴ്സുകൾ കടന്നു വരുമ്പോൾ, പുതിയ നോളജ് കടന്നു വരുമ്പോൾ അത് അക്വയർ ചെയ്തുകൊണ്ട് നേരത്തെ 100 യൂണിറ്റ് 1 അവർ കൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എങ്കിൽ
ഹാഫ് ആൻ അവർ കൊണ്ട് 100 യൂണിറ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ടെക്നിക്സ് പുതുതായിട്ട് കടന്നു വരുമ്പോൾ ആ വരുന്ന ടെക്നിക്സിനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്തു പോകലാണ് ഈ എമർജിങ് കോൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സുകൾ, പ്രിൻസിപ്പിൾസ്, കണ്ടീഷൻസ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യലാണ് ഈ പറയുന്ന 5th മൊഡ്യൂളിലൂടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5th മൊഡ്യൂള് നമ്മൾ ഈ ഒരു സിലബസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പോകുന്നു. അത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരുടെ പക്കലും ഒരു 200 പേജുള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. പറ്റുന്നവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. ബിസിനസ് മാനേജ്മെന്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഇറക്കിയിട്ടുള്ള ബുക്സ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സ്റ്റോറിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അത് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ ഓപ്പൺ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്നും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ അഡീഷണൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് പ്രാക്ടീസ്, ഇങ്ങനെ പറയുന്ന അഡീഷണൽ ബുക്സുകളും മറ്റു ഓതേഴ്സിൻ്റെതും അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. നോട്ട്സ് എല്ലാവരുടെ പക്കലും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അത് നമ്മൾ കൃത്യമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോവുക. നന്നായിട്ട് പഠിക്കുക. ഓരോ ക്ലാസ്സിലും അല്ലെങ്കിൽ ഓരോ വീഡിയോസിലും കിട്ടുന്ന ക്ലാസ്സുകൾ അതാത് ദിവസം തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ജനറൽ ആയിട്ട് എനിക്ക് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു നോട്ട്ബുക്ക് അഡീഷണൽ വാങ്ങിക്കുക. ഒരു നോട്ട്ബുക്ക് അഡീഷണൽ വാങ്ങിക്കുക. ദാറ്റ് മീൻസ് 5 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 ഇംഗ്ലീഷ് കോഴ്സ്, ഒരു സെക്കൻഡ് ലാംഗ്വേജ്, ദെൻ 2 കോമേഴ്സ് സബ്ജക്റ്റ്. അങ്ങനെ 5 പേപ്പറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 5 നോട്ട്ബുക്കിൻ്റെ പുറമെ ഒരു നോട്ട്ബുക്ക് കൂടി വാങ്ങിക്കാം. ഈ നോട്ട്ബുക്ക് എന്തിനാണ് വാങ്ങിക്കുന്നത് ചോദിച്ചാൽ, ഓരോ ലെക്ചറും, ദാറ്റ് മീൻസ് ഇംഗ്ലീഷ്, ദെൻ സെക്കൻഡ് ലാംഗ്വേജ്, ദെൻ ബിസിനസ് ആൻഡ് എക്കണോമിക്സ്, ഈ ഓരോ ക്ലാസ്സിലും കിട്ടുന്ന ലെക്ചർ നോട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലെക്ചേഴ്സ് എന്താണോ അത് നിങ്ങൾ അതിൻ്റെ ഓർഡറിൽ തന്നെ വേണമെന്നില്ല. ഓരോ ക്ലാസ് നിങ്ങൾക്ക് കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ വ്യൂ ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് പോകും. ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫാക്റ്റ് നിങ്ങൾക്ക് എന്തായിരിക്കും, എക്സാം ഹോളിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ ഒരു നോട്ടും കൂടി വാങ്ങിച്ചിട്ട് ഓരോ ലെക്ചേഴ്സിൽ നിന്നും കിട്ടുന്ന ഓരോ ഫാക്റ്റും നിങ്ങൾ അതിൽ കുറിച്ച് വെക്കുന്നു. അതിന് സെപ്പറേറ്റ് സബ്ജക്റ്റിന് സെപ്പറേറ്റ് നോട്ട്സ് വേണമെന്നല്ല, അത് സെപ്പറേറ്റ് വേണം. അതല്ല, അഡീഷണൽ വാങ്ങിക്കുന്ന ഈ നോട്ടിൽ ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യുക മാത്രമായിട്ട്. അപ്പോൾ ആ ഒറ്റ നോട്ടിൽ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ദെൻ കോമേഴ്സ് സബ്ജക്റ്റും എല്ലാം അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ട് നോക്കിയാൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു 20 മാർക്സ് ആണ് ഏതിൽ സബ്ജക്റ്റിൽ നമ്മൾ റിട്ടൺ ടെസ്റ്റിലൂടെ വാങ്ങേണ്ടത്. ബാക്കി 20 മാർക്സ് എവിടെ കിട്ടുന്നുണ്ട്, ഇന്റേണൽ മാർക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 20 മാർക്സ് അല്ല, 25-30 മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് ഈ ലെക്ചർ നോട്ട് മാത്രം പഠിച്ചാൽ കിട്ടും. അപ്പോൾ ആ ലെക്ചർ നോട്ടിൽ ഓരോ ലെക്ചേഴ്സും പറയുന്നുണ്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ദെൻ 1 മാർക്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, 4 മാർക്സിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് അതിൽ കുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് പ്യൂർലി നോട്ട്സും ടെക്സ്റ്റും പഠിക്കുന്നതോടൊപ്പം ടീച്ചർ അന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഹിൻഡ് നമ്മളെ കയ്യിലുണ്ടാവും. ആ ഹിൻഡ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.